പത്തനംതിട്ട തണ്ണിത്തോട് കാട്ടാനയും കുട്ടിയാനയും ജനവാസ മേഖലയിൽ തുടരുന്നു. വെള്ളിയാഴ്ച രാത്രി മുതലാണ് കല്ലാറിന് സമീപം കാട്ടാന എത്തിയത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രി മുതലാണ് തണ്ണിത്തോട്ടിൽ വനം മേഖലയിലോട് ചേർന്ന് കടന്നുപോകുന്ന റോഡിന് സമീപത്തെ കല്ലാറ്റിന് പിടിയാന നിലയുറച്ചത്. ഇന്ന് പുലർച്ചെ ആന വനമേഖലയിലേക്ക് കടന്നെങ്കിലും രാവിലെ തിരികെ എത്തുകയായിരുന്നു. കുട്ടിയാനയുമായി എത്തിയ പിടിയാന റോഡിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വനപാലകർ പടക്കം പൊട്ടിച്ച് വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. പിടിയാനയ്ക്കും കുട്ടിയാനയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് നിരീക്ഷണത്തിന് ശേഷം വനപാലകർ അറിയിച്ചത്. ഇപ്പോൾ രാവിലെ തന്നെ ഒരു 3 തവണ ഇത് കാട്ടിൽ നിന്നിറങ്ങി ജനവാസ മേഖല അടുത്തുവരെത്തി. നമ്മൾ അതിനെ ബഹളം വെച്ചും ദൂരമാറി പടക്കം പൊട്ടിച്ച് നമ്മൾ കടുവാട സൗണ്ടൊക്കെ ഉണ്ടാക്കി തിരിച്ചു കയറ്റി ഒരു 10-15 മിനിറ്റ് വീണ്ടും കാട്ടിൽ വീണ്ടും ഈ കുട്ടിയായിട്ട് വീണ്ടും മാറ്റി വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് നേരെ ജനവാസ മേഖലയ്ക്ക് അടുത്താണ് വരുന്നത്. ഇത് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ സുരക്ഷിതമാണ്. ഇതിന് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം ഇന്നലെ ഡോക്ടർമാർ വന്നിരുന്നു. നമ്മുടെ ഫോറസ്റ്റിൻ്റെ വെറ്ററിനറി ഡോക്ടർ വന്നിരുന്നു. തന്നത്തോട് വെറ്ററിനറി ഡോക്ടർ ഉണ്ടായിരുന്നു. ചിറ്റാർ ഡോക്ടർ ഉണ്ടായിരുന്നു. ആനയെ എത്രയും പെട്ടെന്ന് വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് വനപാലകർ നടത്തുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.